ഹൗ യു ഓൾ. അപ്പോൾ 2026 ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ കേട്ടോ. 2026 സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഞാനും എൻ്റെ കുറേ കാര്യങ്ങളുടെ ബിസി ആയിരുന്നു. അതുപോലെ 2026 സ്റ്റാർട്ടിങ് എനിക്കും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കുറച്ചേറെ സ്ട്രഗിൾ ചെയ്ത വർഷം സ്റ്റാർട്ടിങ് ആയിരുന്നു അത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ജാനുവരി ഫുൾ മന്ത് ഒരു സ്ട്രഗ്ലിങ് മന്തായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. മേ ബി ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം. പക്ഷേ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, ഇത് ദൈവം എന്നെ ഒന്നുകൂടെ ബോൾഡാക്കാൻ അല്ലെങ്കിൽ എന്നെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ, അതിന് വേണ്ടിയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് നിങ്ങളോടും ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2026 പുതിയ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ആ പുതിയ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങളും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. സ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ എല്ലാ പ്ലാനിങ്സും നമ്മൾ പ്ലാൻ ചെയ്യരുതെന്ന് ചിലർ വിചാരിക്കും. എന്നാലും പ്ലാനിങ്സ് നല്ലതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് ഈ വർഷം അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അല്ലെങ്കിൽ നമുക്കൊരു അനലൈസേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പ്ലാനിങ്ങിൻ്റെ ഏകദേശം എത്ര ദൂരം വരെ എത്തി, ഇനി എത്ര ദൂരം കടക്കണമെന്ന് നമുക്കൊരു ഐഡിയാസ് കിട്ടും. അത് ഒരു നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഓവറായിട്ട് നമ്മുടെ പ്ലാൻസ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, അതാര് തന്നെയായിരുന്നാലും ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുണ്ട് ഭയങ്കര ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ. എല്ലാവരുടെ എല്ലാം തുറന്നു പറയണമെന്നും എല്ലാവരുടെ എല്ലാം ഭയങ്കര ഓപ്പണപ്പായിട്ട് സംസാരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതൊന്ന് കുറയ്ക്കുക. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എല്ലാത്തിലും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിലെന്തെങ്കിലും മുടക്കങ്ങൾ അല്ലെങ്കിൽ വേറെ പ്രയാസപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹോപ്പ് അത് ഒരിക്കലും കളയാണ്ടിരിക്കുക. ചിലപ്പോൾ അത് നമ്മളെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും നമ്മുടെ ഒന്നുകൂടെ ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കും. നമ്മളെ ഒന്നുകൂടെ പല ഒരു ഇതിലും കാണാറില്ലേ, നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് അധികം ചെയ്താൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കരുതിയാൽ മാത്രം മതി നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ചില ഇൻസിഡൻറ്റുകളും ചില കാര്യങ്ങളും അതെല്ലാം നമ്മളെ ഒന്നുകൂടെ നമ്മുടെ ലൈഫിൽ തരുന്ന പുതിയ ലെസൺസ് നമ്മൾ ഒന്നുകൂടെ ബോൾഡാക്കാനാണ്. അതിലൊരിക്കലും തളർന്നു പോകരുത്. അത് ഓവർകം ചെയ്യാൻ കഴിയുന്നതിലാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് ഇരിക്കുന്നത്. നമ്മൾ ആ സമയത്താണ് നമ്മൾ വിന്നാവുന്നത്. സോ അതുകൊണ്ട് അതെല്ലാം ആ ഒരു സ്പിരിറ്റിലെ നമ്മൾ എടുക്കാവൂ. ഓക്കെ.